പ്രതിശ്രുത വരനെ കൊന്ന 20-കാരിയുടെ വാർത്ത നമ്മളൊക്കെ കേട്ടത് ഞെട്ടലോടെയാണ്. പക്ഷേ അതിലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തുവരുന്നത്. ഈ കൊലപാതകത്തിന് പിന്നിൽ വൻ ആസൂത്രണം ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. പ്രതി സിയ ഗോയൽ ഡാർക്ക് വെബ് ഉപയോഗിച്ചിരുന്നു, നിയമവിദഗ്ധരുമായി സംസാരിച്ചിരുന്നു എന്നും സൂചനയുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ഈ കൊലപാതകത്തിന്റെ ഒരു ഭീകരത എത്രത്തോളമായിരുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഈ പ്രതികൾ നടത്തിയ ആസൂത്രണം എത്രത്തോളം വലുതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തലുകൾ എന്ന് തന്നെ പറയാം. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സിയ ഗോയൽ ഈ കൊലപാതകം നടത്തും മുൻപ് തന്നെ ഡാർക്ക് വെബ് ഉപയോഗിച്ച് ചില കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഡാർക്ക് വെബിൽ നിന്ന് സിയ ഗോയൽ തേടിയിരുന്നത്. മാത്രവുമല്ല, നിയമവിദഗ്ധരുമായും സിയ ഗോയൽ സംസാരിച്ചിരുന്നു എന്ന ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൊലപാതക ശേഷമുള്ള നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതികൾ മുൻപേ ആലോചിച്ചിരുന്നു എന്ന് ഇപ്പോൾ ഇതിനോടകം തന്നെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, മരിച്ച പ്രതിശ്രുത വധനായിട്ടുള്ള കേതൻ അഗർവാളിൽ നിന്ന് സിയ ഗോയൽ 1 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ഈ തുക കാമുകനായ ചേതൻ യാദവിന് നൽകുകയും ചെയ്തു. ഈ തുക കൊണ്ട് ഉപരിപഠനത്തിനും അതോടൊപ്പം തന്നെ ഭാവി സുരക്ഷിതമാക്കാനും ചേതൻ ഉപയോഗിക്കാനാണ് സിയ നിർദ്ദേശിച്ചിരുന്നത്. ഈ പണം തൻ്റെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടാണ് വ്യവസായി കൂടിയായിട്ടുള്ള കേതൻ അഗർവാളിൽ നിന്ന് ഈ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ പണം ഈ പ്രതികൾ ഈ രീതിയിൽ ഉപയോഗിച്ചു എന്നുകൂടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സിയ ഗോയൽ ഈ കുറ്റം സംബന്ധിച്ച് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. സിയയുടെ കുടുംബം നൽകിയ മൊഴിയായിരുന്നു ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറയുന്നത്. കാരണം സിയ ഗോയൽ വിവാഹത്തിന് താല്പര്യം അറിയിച്ചിരുന്നു. അതിനുശേഷം താൻ വിവാഹത്തിന് സന്നദ്ധതയല്ല എന്ന് കുടുംബത്തോട് പറഞ്ഞു എന്നായിരുന്നു പ്രതി പറഞ്ഞത്. പക്ഷേ ആ വാദം തെറ്റാണെന്ന് സിയ ഗോയലിന്റെ കുടുംബം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.